ഒരു വ്യക്തി തെറ്റ് ചെയ്യുന്നത് പോലെയല്ല ഒരു സമൂഹത്തിൽ തെറ്റ് പടർന്നു പിടിക്കുന്നതും അതൊരു ട്രെൻഡായി മാറുന്നതും. ഈയിടെയായി വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു സംസ്കാരം വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സ്റ്റിക്കർ ആണെങ്കിൽ ഓക്കെ, പക്ഷേ അത് വിശുദ്ധ ഖുർആനാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ പ്രബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിന്റെ മറുപടി അത് ഖുർആനാണ് എന്ന് തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ ഖിബ്ലയായ വിശുദ്ധ കഅബാലയം പോലും സ്പർശിക്കാനോ കെട്ടിപ്പിടിക്കാനോ ചുംബിക്കാനോ വുദുവിന്റെ ആവശ്യമില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ എന്നല്ല, ഖുർആനിന്റെ ചട്ടയിലോ അടയാളം വെക്കുന്ന നൂലിലോ തൊടണമെങ്കിൽ പോലും വുദു നിർബന്ധമാണ്. ശുദ്ധിയുള്ളവരല്ലാതെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് 100% പൊടിപടലങ്ങളും നജസും ആകുമെന്ന് ഉറപ്പുണ്ടായിട്ടും കാറുകളുടെ ഡിക്കിയിലും 2 വീലറുകളുടെ വൈസറിലുമൊക്കെ ഒട്ടിച്ച് അതിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ നന്ദി ചെയ്താൽ വീണ്ടും വീണ്ടും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്നർത്ഥം വരുന്നില്ല. ഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്ന ആയത്തുകൾ അടക്കം ഒട്ടിക്കുമ്പോൾ അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തും നിഅമത്തുമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റി. മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ നിന്ദിച്ചതിനുള്ള അദാബും നഷ്ടങ്ങളുമല്ലാതെ മറ്റൊന്നും നമുക്കതുകൊണ്ട് ലഭിക്കില്ല.